ഹെഡിങ് എഴുതാൻ നമുക്ക് ലൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ. ലൈൻ സ്പെക്ട്ര. ഓഫ്ലൈനിലുള്ളവർക്ക് ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു എന്താണ് ചെറിയൊരു ഇത് ഞാൻ നിങ്ങൾക്ക് തന്നതാണ്. അപ്പൊ നിങ്ങളത് ഒന്നും എഴുതണ്ട, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി, ബാക്കി മുതലും എഴുതിയാൽ മതി. ലൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ബോറ് പഠന വിഷയമാക്കാൻ വേണ്ടി ഉപയോഗിച്ച എലമെന്റ് ഹൈഡ്രജൻ ആണ്. കാരണം അന്ന് അധികം എലമെന്റുകളൊന്നും എന്ത് ചെയ്തിട്ടില്ല, അധികം എലമെന്റുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ശരിയല്ലേ? അതായത് ഒരു 10-30 എലമെന്റുകളൊക്കെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളൂ. അപ്പൊ അതിൽ കൂടുതൽ ഇലക്ട്രോണുകൾ ഉള്ള എന്താണ് എലമെന്റുകൾ ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പഠനം കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആകും എന്നുള്ളത് കൊണ്ടാകാം, എനിക്കറിയില്ല, ആകാം എന്ത് ചെയ്തത് അദ്ദേഹം എന്താണ് ഹൈഡ്രജന്റെ എന്താണ് എക്സ്പെരിമെന്റ് നടത്തിയത്. അപ്പം അത് അദ്ദേഹത്തിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ടും പിന്നീട് പറയപ്പെട്ടു കേട്ടോ. അതായത് ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ട് മാത്രമാണ്, അല്ല ഹൈഡ്രജന്റെ കേസ് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ പിന്നീട് എല്ലാ ആൾക്കാരുടെ കേസിലും അത് അപ്ലൈ ചെയ്യാമെന്ന് പിന്നീട് വന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ചു. ഓക്കെ, ഞാൻ ഇന്നലെ പറഞ്ഞു എമിഷൻ അബ്സോർഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആറ്റത്തിനകത്തൂടെ ഒരു ലൈറ്റ് കടത്തി വിടുന്ന സമയത്ത് ആ ആറ്റത്തിന്റെ ഇലക്ട്രോൺസ് അത് അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്ത് ബാക്കി വരുന്ന ലൈറ്റിനെ ഒരു പ്രിസത്തിനകത്തൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്പെക്ട്രമാണ് അബ്സോർഷൻ സ്പെക്ട്രം എങ്കിൽ നമുക്കറിയാം എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് ഒരു ഹയർ എനർജി ലെവലിലേക്ക് പോവുകയും ആ എനർജി ലെവലിൽ നിന്ന് തിരികെ വരാൻ വേണ്ടി ആ അബ്സോർബ് ചെയ്ത ആ റേഡിയേഷനെ എമിറ്റ് ചെയ്തിട്ട് ആണ് തിരിച്ചു വരുന്നത്. അങ്ങനെ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ നിങ്ങൾ ഒരു പ്രസത്തിനകത്തൂടെ പാസ് ചെയ്യുമെങ്കിൽ നേരത്തെ അബ്സോർഷൻ സ്പെക്ട്രത്തിൽ മിസ്സായി കിടക്കുന്ന കളർ അല്ലെങ്കിൽ സ്പെക്ട്രം അല്ലെങ്കിൽ ആ സ്പെക്ട്രൽ ലൈൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എമിഷൻ സ്പെക്ട്രത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അത് ഹൈഡ്രജൻ വെച്ചിട്ട് വ്യക്തമായിട്ട് അത് ബോർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് എഴുതാം. when an electric discharge is passed through gaseous hydrogen. ഇതെല്ലാം നമ്മൾ ഇന്നലെ പറഞ്ഞ എക്സ്പെരിമെന്റ്. gaseous hydrogen molecule dissociate. Hydrogen molecule dissociate and the energetically excited hydrogen atom hydrogen atom produced emit electron emit electromagnetic radiation, electromagnetic radiation. Of discrete frequencies. അടുത്ത ലൈനിൽ the hydrogen spectrum consists of several series of lines named after their discoveries. അടുത്ത ലൈനിൽ the first 5 series of hydrogen spectrum are ലൈമാൻ എന്നാണ് പറയുന്നത്, എഴുതുമ്പോൾ ലൈമാൻ, ബാൾമർ, പാഷൻ എഴുതുമ്പോൾ PASCHN ആണ്, പാഷൻ, ബ്രാക്കറ്റ് P-fun ഇങ്ങനെയാണ് വരുന്നുണ്ടാവുക.
ലൈമൻ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, പീഫൺ. അടുത്ത ലൈനിൽ എഴുതുന്നത് among these line Balmer series is the only series that is visible. അതായത് നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റുന്ന ബാൾമർ സീരീസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഈ സ്പെക്ട്രോമീറ്ററിന്റെ അല്ലെങ്കിൽ മറ്റ് ഇതിന്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ വേണേ എഴുതിക്കോ, സിൻസ് ബാൾമർ it is in visible region of electromagnetic radiation. ഈ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ വരയ്ക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അതൊരു പടമാണ്, അത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ വരയ്ക്കാനായിട്ട് ഫൈനൽ എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഈ ചാപ്റ്ററിനകത്ത് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണത്. അറ്റ്ലീസ്റ്റ് ക്രിസ്മസ് എക്സാമിനെങ്കിലും ചോദിക്കും. ഓക്കെ, അപ്പം എഴുതുക ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ വരയ്ക്കാനാണ്. ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ഇത് നിങ്ങൾ എഴുതിയെടുത്തോ, ഞാൻ ചെറുതാക്കി കാണിക്കാം. എന്നിട്ട് 2 മിനിറ്റ് തരാം, എഴുതിയെടുക്കാനുള്ള ഒരു എഴുതിയെടുക്കുക. ഓക്കെ, അടുത്തത് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ വരയ്ക്കാനാണ്. ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ വരയ്ക്കാൻ, പടം വരയ്ക്കാനാണ്. അതിനകത്ത് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഷെല്ലുകൾ വട്ടത്തിൽ വരയ്ക്കുന്നതിന് പകരം ഇവിടെ ഷെല്ലുകൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഷെല്ലുകൾ നേരെയാണ് വരയ്ക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഒന്നാമത്തെ ഷെല്ല് വരയ്ക്കുന്നു. ഒന്നാമത്തെ ഷെല്ല് ഞാനൊരു വീഡിയോ ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി. അത് ഇത് വരച്ചു. ഒന്നാമത്തെ ഷെല്ല് n = 1 എന്ന് കൊടുക്കുന്നു. അതിന്റെ എനർജി എന്ന് പറയുന്നത് E1 ആണ്. ഓക്കെ, രണ്ടാമത്തെ ഷെല്ല് കുറച്ച് അകലത്തിൽ വേണം കൊടുക്കാൻ. ഇത് n = 2. മൊത്തം പടം വരച്ചാൽ മതിയേ, മൊത്തം ലൈൻ വരച്ചിട്ട് നിങ്ങൾ വരച്ചാൽ മതി. n = 2, അതിന്റെ എനർജി E2. മൂന്നാമത്തെ ഷെല്ല് കുറച്ചുകൂടെ ഡിസ്റ്റൻസ് കുറയ്ക്കണം. ഡിസ്റ്റൻസ് കുറഞ്ഞു വരിക ഷെല്ലുകൾ തമ്മിൽ. അപ്പം ഇത് n = 3 ആണ്, അവിടെ എനർജി E3 ആണ്. നാലാമത്തെ ഷെല്ല് കുറച്ചുകൂടെ അടുത്ത് വരയ്ക്കുന്നു. അത് n = 4 ആണ്. അതിന്റെ എനർജി E4 ആണ്. അഞ്ചാമത്തെ ഷെല്ല് കുറച്ചുകൂടെ അടുത്ത് വരയ്ക്കുന്നു. അത് n = 5 ആണ്. എനർജി E5 ആണ്. ആറാമത്തെ ഷെല്ല് കുറച്ചുകൂടെ അടുത്ത് വരയ്ക്കുന്നു. അത് n = 6 ആണ്. E എന്ന് പറയുന്നത് E6 ആണ്. അടുത്തത് ഏഴാമത്തെ ഷെല്ല് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അത് n = 6, n = 7, അതിന്റെ എനർജി E7. എട്ടാമത്തെ ഷെല്ല് ഇങ്ങനെ വരയ്ക്കുക. അത് n = 8 ആണ്. എനർജി E8 ആണ്. അതിൽ കുറച്ച് മുകളിലായിട്ട് ലാസ്റ്റ് ഇൻഫിനിറ്റി ഷെൽ, അതായത് nth ഷെൽ എന്ന് പറയും. അപ്പം ഇതിന്റെ n ഇൻഫിനിറ്റി ആണ്. അതായത് E ഇൻഫിനിറ്റി ആയിരിക്കും എന്റെ എനർജി. ഓക്കെ, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താ, അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞത് എന്താ? ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്ത് മുകളിലേക്ക് ചാടിച്ച് തിരിച്ച് പഴയ പൊസിഷനിൽ തന്നെ വരണമെന്നുണ്ടെങ്കിൽ അത് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെയാണ് നമ്മൾ എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്തിട്ടായിരിക്കുമല്ലോ ഒരു ഹയർ ലെവലിലേക്ക് പോകുന്നത്. ഇലക്ട്രോൺ
അബ്സോർബ് ചെയ്തിട്ട് ഒരു ഹയർ എനർജി ലെവലിലേക്ക് പോകുമ്പോൾ അത് ഏത് ഷെല്ലിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ അത് ഇൻഫിനിറ്റിയിലെ ഷെല്ലിലേക്ക് പോകാം. ചിലപ്പം 8ാമത്തെ ഷെല്ലോ 7ാമത്തെ ഷെല്ലോ 6ാമത്തെ ഷെല്ലോ 5ാമത്തെ ഷെല്ലോ 4ാമത്തെ ഷെല്ലോ 3ാമത്തെ ഷെല്ലോ 2ാമത്തെ ഷെല്ലോ മുകളിലോട്ടുള്ള ഏത് ഷെല്ലിലേക്ക് വേണേലും ജമ്പ് ചെയ്യാം. ഓക്കെ, ഈ ജമ്പ് ചെയ്തിട്ട് ഇത് തിരിച്ചെവിടെ വരും? പഴയ ഇതിലേക്ക് തന്നെ വരുമ്പോൾ അത് അബ്സോർബ് ചെയ്ത എനർജിനെ എമിറ്റ് ചെയ്തിട്ട് വേണം വരാൻ. ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ ആണ് നമ്മൾ ഈ സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ നമുക്ക് ലൈൻസ് ആയിട്ടാണ്, സ്പെക്ട്രൽ ലൈൻസ് ആയിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് എഴുതുമ്പോൾ അല്ലെങ്കിൽ വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാനായിട്ട് സാധിക്കും. അതായത് നോക്കിക്കോളൂ, ഇത് ജമ്പ് ചെയ്തെന്ന് വിചാരിക്കാം. അതായത് ഇവിടെ ഉള്ള ഇലക്ട്രോൺ ആണ്. ഈ ഇലക്ട്രോൺ ജമ്പ് ചെയ്തിട്ട് ചിലപ്പം എന്താണ് ഏറ്റവും മുകളിലുള്ള ഷെല്ലിലാണ് പോയെന്ന് വിചാരിക്കാം. ഓക്കെ, പോയിട്ട് ഇത് തിരിച്ചെവിടേക്ക് തന്നെ വരാം, തിരിച്ച് എന്താണ് ഫസ്റ്റ് ഷെല്ലിലേക്ക് തന്നെയാണല്ലോ വരുന്നത്. അപ്പൊ നോക്കിയോ, ജമ്പ് ചെയ്തിട്ട് തിരിച്ച് എന്താണ് എക്സൈറ്റ് ചെയ്ത് മുകളിലോട്ട് പോയി തിരിച്ച്. ഈ ബോറെല്ലാം പഠിപ്പിക്കുന്നത് എമിഷൻ സ്പെക്ട്രം വെച്ചിട്ടാണ്. മുകളിലേക്ക് പോയ കാര്യത്തെ പറ്റി പുള്ളിക്ക് അറിയണ്ട, അത് മുകളിലോട്ട് പോയി. പക്ഷെ താഴേക്ക് വരുമ്പോൾ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ വെച്ചിട്ടാണ് ഈ സ്പെക്ട്രൽ ലൈറ്റ്സ് എല്ലാം പഠിപ്പിക്കുന്നത്. അപ്പം എന്ത് ലെവലിലേക്കാണ് അത് ചാടിയെങ്കിൽ തിരിച്ചത് എവിടെ വരും? എന്ത് ലെവലിൽ നിന്ന് ഫസ്റ്റ് ലെവലിലേക്ക് വരുമല്ലോ. അപ്പൊ കുറച്ച് റേഡിയേഷനെ പറ്റി. ഇനി വേണമെങ്കിൽ എന്താണ് 8ാമത്തെ ഷെല്ലിൽ പോയാൽ 8ാമത്തെ ഷെല്ലിൽ നിന്ന് തിരിച്ച് 1ാമത്തെ ഷെല്ലിലേക്ക് വരാമല്ലോ. 7ാമത്തേലേക്കാണ് പോകുന്നതെങ്കിൽ 7ാമത്തേൽ നിന്ന് തിരിച്ച് 1ാമത്തേലേക്ക് വരുമല്ലോ. ഇനി 6ാമത്തേലേക്കാണ് പോയെങ്കിൽ 6ാമത്തേൽ നിന്ന് തിരിച്ചു വരുന്നത് 1ാമത്തേലോട്ട് വരാമല്ലോ. 5ൽ നിന്നും തിരിച്ച് 1ലേക്ക് തന്നെ വരും. ആ 4ലേക്കാണ് പോകണമെങ്കിൽ 4ൽ നിന്നും ഇതിലേക്ക് വരും. അതേപോലെ 3ൽ നിന്നും വേണമെങ്കിൽ വരാം, അതേപോലെ 2ൽ നിന്നും വേണമെങ്കിൽ വരാം. ശരിയല്ലേ? ഓക്കെ, അതായത് ഇത് ഞാൻ പറയുന്നത് ഇത് എക്സൈറ്റ് ചെയ്തിട്ട് തിരിച്ച് ജമ്പ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. എക്സൈറ്റ് ചെയ്യുമ്പോൾ ഈ മോളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒക്കെ ഷെല്ലിലേക്ക് ചാടാം. എന്നിട്ട് ഇത് തിരിച്ച് ജമ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പം ഇൻഫിനിറ്റിയിലെ ഷെല്ലിലേക്കാണ് അത് ജമ്പ് ചെയ്ത് എക്സൈറ്റ് ചെയ്തതെങ്കിൽ അത് തിരിച്ചു വരുന്നത് ഇൻഫിനിറ്റിന്ന് ഫസ്റ്റ് ഷെല്ലിലേക്കാണ് വരുന്നത്. ഇനി 8ാമത്തെ ഷെല്ലിലേക്കാണ് അത് ജമ്പ് ചെയ്തതെങ്കിൽ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് ഫസ്റ്റ് ഷെല്ലിലേക്കായിരിക്കും. ആ തിരിച്ചു വരുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ആ തിരിച്ചു വരുമ്പോൾ ഇതെന്ത് ചെയ്യും? കുറച്ച് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. അപ്പൊ ഏത് ലെവലിലേക്ക് പോയാലും 1ാമത്തെ ഷെല്ലിലേക്കാണ് അവർ തിരിച്ച് ജമ്പ് ചെയ്യണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സീരീസിനെ അല്ലെങ്കിൽ ആ എമിറ്റ് ചെയ്ത റേഡിയേഷനെ ഒരു സ്പെക്ട്രൽ ലൈൻസ് ആയിരിക്കും. അതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ലൈമൻ സീരീസ്. ലൈമൻ സീരീസ് എന്ന് വിളിക്കും. ലൈമൻ സീരീസ്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നേക്കഡ് ഐ കൊണ്ട് കാണാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, ഇനി അടുത്തത് ഹൈഡ്രജൻ വിട്ടേര് വേറെ ഏതെങ്കിലും ഒരു ഷെല്ലായി, വേറെ ഏതെങ്കിലും ഒരു എന്താണ് ആറ്റം ആയിക്കോട്ടെ. അതായത് 2ാമത്തെ ഷെല്ലിൽ ഇലക്ട്രോൺ ഉള്ള ആറ്റം ആയിക്കോട്ടെ. അപ്പൊ 2ാമത്തെ ഷെല്ലിൽ ഇലക്ട്രോൺ ഉള്ള ആറ്റം എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടോട്ടൊക്കെ പോവാം? അതിന് മുകളിലോട്ടുള്ള ഏത് എനർജി ലെവലിലേക്ക് വേണമെങ്കിലും ജമ്പ് ചെയ്യാം. എന്നാൽ തിരിച്ചു വരുമ്പോൾ അത് 2ലേക്ക് തന്നെ ആയിരിക്കും വരുന്നത്. ഇൻഫിനിറ്റിന്ന് വേണമെങ്കിൽ തിരിച്ച് ജമ്പ് ഇങ്ങോട്ടേക്ക് ചെയ്യാം, ഇതിന്ന് ജമ്പ് ചെയ്യാം, ഇതിന്ന് ജമ്പ് ചെയ്യാം, ഇതിന്ന് ജമ്പ് ചെയ്യാം, ഇതിന്നും തിരിച്ച് ജമ്പ് ചെയ്യാം, ഇതിന്ന് ജമ്പ് ചെയ്യാം, ഇതിന്ന് ജമ്പ് ചെയ്യാം. അതായത് 2ാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിലോട്ടുള്ള ഏതിലേക്ക് വേണേലും ജമ്പ് ചെയ്യാം. പക്ഷെ തിരിച്ച് എമിറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് വരുമ്പോൾ എവിടോട്ടാണ് വരുന്നത്? 2ാമത്തേലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ തിരിച്ചു വരുമ്പോൾ അത് റേഡിയേഷനെ അബ്സോർബ് ചെയ്ത റേഡിയേഷനെ എമിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ആ എമിറ്റ് ചെയ്ത റേഡിയേഷനെ നിങ്ങൾ സ്പെക്ട്രോമീറ്റർ വെച്ചിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് കാണാൻ പറ്റും. അത് ബാൾമർ സീരീസ് എന്നായിരിക്കും പറയാൻ. ബാൾമർ സീരീസ് എഴുതുന്ന ബാൾമർ എഴുതാം. ഇനിയും 3ാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3ന് മുകളിലോട്ടുള്ള ഏത് ഷെല്ലിലേക്ക് വേണമെങ്കിലും ജമ്പ് ചെയ്യാം. തിരിച്ചു വരുമ്പോൾ അത് 3ലേക്ക് തന്നെ വരത്തുള്ളൂ. അപ്പൊ ആ തിരിച്ച് ജമ്പ് ചെയ്യുമ്പോൾ നോക്കിയോ, ഇതിന്ന് വേണേൽ ജമ്പ് ചെയ്യാം, ഇതിന്ന് വേണേൽ ജമ്പ് ചെയ്യാം, ഈ ഷെല്ലിന്ന് വേണേൽ ജമ്പ് ചെയ്യാം ഇങ്ങോട്ട്, ഈ ഷെല്ലിന്ന് വേണേൽ ജമ്പ് ചെയ്യാം, ഈ ഷെല്ലിന്ന് ജമ്പ് ചെയ്യാം, ഈ ഷെല്ലിന്ന് ജമ്പ് ചെയ്യാം. ഓക്കെ, ഇത് ഈ 2ാമത്തേത് മുകളിലോട്ട് ഇത് ഏതെങ്കിലും ഒക്കെ ഷെല്ലിലേക്ക് മുകളിലോട്ട് പോയിട്ടാണ് അവിടെ തിരിച്ചു വരുന്നത്. അല്ലാതെ മുകളിൽ നിന്നല്ല താഴോട്ട് വരുന്നത്. ഇവിടെ ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. ഈ ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ ഇതും എന്ത് ചെയ്തു? മുകളിലോട്ട് പോകും. മുകളിലോട്ട് പോയിട്ട് എന്ത് ചെയ്യും? തിരിച്ച് എന്ത് ചെയ്യുന്നു? അവിടേക്ക് തന്നെ തിരിച്ചു വരും. ചിലപ്പോൾ ഈ മുകളിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഇതിലേക്കായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഇലക്ട്രോൺ ചിലപ്പോൾ ഇതിലേക്കായിരിക്കും പോകുന്നത്, ചിലപ്പോൾ ഇതിലേക്കായിരിക്കും പോകുന്നത്, ചിലപ്പോൾ ഇതിലേക്കായിരിക്കും പോകുന്നത്, ചിലപ്പോൾ ഇതിലേക്കായിരിക്കും പോകുന്നത്, ചിലപ്പോൾ ഇതിലേക്കായിരിക്കും പോകുന്നത്. അപ്പം മുകളിലോട്ടുള്ള ഏതിലോട്ട് പോയാലും തിരിച്ചു വരുമ്പോൾ എന്താ? അത് അബ്സോർബ് ചെയ്ത റേഡിയേഷനെ എമിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം
മൂന്നാമത്തെ ഷെല്ലിൽ നിന്ന് പോകുന്ന ഇലക്ട്രോൺ മൂന്നാമത്തെ ഷെല്ലിലേക്ക് തന്നെ തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ അത് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെയാണ് നമ്മൾ പാഷൻ എന്ന് പറയുന്നത്. PASCHN, പാഷൻ. ഇനി നാലാമത്തേതിലാണെങ്കിൽ അത് എന്താണ്? നാലാമത്തെ ഷെല്ലുള്ള ഇലക്ട്രോൺ ജമ്പ് ചെയ്യുകയാണെങ്കിൽ 4ന് മുകളിലോട്ടുള്ള എവിടോട്ട് വേണമെങ്കിലും ജമ്പ് ചെയ്യാം. തിരിച്ചു വരുമ്പോൾ 4ലേക്ക് തന്നെ തിരിച്ചു വരത്തുള്ളൂ. അപ്പൊ തിരിച്ചു വരുമ്പോൾ അത് റേഡിയേഷൻ എമിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം വേണമെങ്കിൽ ഇൻഫിനിറ്റിന്ന് 4ലേക്ക് വരാം, അല്ലെങ്കിൽ ഇവിടുന്ന് 4ലേക്ക് വരാം, അല്ലെങ്കിൽ ഇവിടുന്ന് 4ലേക്ക് വരാം, അല്ലെങ്കിൽ ഇവിടുന്ന് 4ലേക്ക് വരാം, അല്ലെങ്കിൽ ഇവിടുന്ന് 4ലേക്ക് വരാം. ഓക്കെ ഓക്കെ അങ്ങനെ നാലാമത്തെ ഷെല്ലിലേക്ക് തിരിച്ച് ജമ്പ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനെ ബ്രാക്കറ്റ് എന്നാണ് പറയുന്നത്. ബ്രാക്കറ്റ് എന്നാണ് പറയുന്നത്. ലൈമൻ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്. ഇനി ഫണ്ട് ഉണ്ട്. അതായത് അഞ്ചാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എനർജി അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ എക്സൈറ്റ് ചെയ്ത് 5ന് മുകളിലോട്ട് എവിടെ വേണേൽ പോവാം. തിരിച്ച് ജമ്പ് ചെയ്യുമ്പോൾ 5ലേക്ക് തന്നെയായിരിക്കും വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാം. ഇൻഫിനിറ്റിന്ന് 5ലേക്ക് ചാടാം, 8ന്ന് 5ലേക്ക് ചാടാം, 7ൽ നിന്ന് 5ലേക്ക് ചാടാം, 6ൽ നിന്നും 5ലേക്ക് ചാടാം. എന്തായാലും 5ലേക്ക് തന്നെ തിരിച്ച് എവിടെ നിന്നാണെങ്കിലും വരുവാണെങ്കിൽ അത് ഒരു പർട്ടിക്കുലർ റേഡിയേഷൻ എമിറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അതിനെ പി ഫണ്ട് എന്നായിരിക്കും പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇത് കഴിഞ്ഞിട്ടും എന്താ പല പല സ്പെക്ട്രൽ ലൈൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഹൈഡ്രജന്റെ വെച്ചിട്ടല്ലായിരുന്നോ പഠിച്ചത്? ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. ഹൈഡ്രജൻ ഫസ്റ്റ് ഷെല്ലല്ലേ ഇരിക്കുന്നത്. ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ മുകളിലേക്ക് പോയിട്ട് തിരിച്ച് ഫസ്റ്റിലേക്ക് തന്നെയല്ലേ വരുന്നത്. ഹൈഡ്രജൻ വെച്ച് പഠിക്കുമ്പോൾ പിന്നെ രണ്ടാമത്തെ ഷെല്ലിന്റെ കാര്യം എങ്ങനെയാ പറയാൻ പറ്റുന്നത്? ഇത് ഹൈഡ്രജൻ വെച്ചാണ് രണ്ടാമത്തെ ഷെല്ല് ബാൾമർ സീരീസ് കണ്ടുപിടിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ പുതിയ പുതിയ സയന്റിസ്റ്റ് വരുന്ന സമയത്ത് പുതിയ പുതിയ എലമെന്റുകളെ വെച്ചിട്ട് രണ്ടാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണും മൂന്നാമത്തെ ഷെല്ലിൽ ഇലക്ട്രോണും നാലാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനൊക്കെ എക്സൈറ്റേഷൻ സംഭവിക്കും. മനസ്സിലായോ? അതിനനുസരിച്ചായിരിക്കും ഇത് കണ്ടുപിടിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇത്ര വരച്ചോളൂ. ഇനി ഇതിന്റെ ഒരു ഇക്വേഷൻ ഉണ്ടേ. അതായത് ഈ വേവ് എമിറ്റ് ചെയ്തിട്ടാണല്ലോ തിരിച്ച് പഴയ ലെവലിലേക്ക് തന്നെ വരുന്നത്. അങ്ങനെ എമിറ്റ് ചെയ്യുമ്പോഴുള്ള റേഡിയേഷന്റെ വേവ് നമ്പർ, അതായത് 1 സെന്റിമീറ്റർ ലെങ്തിലൂടെ എത്ര വേവ്സ് ആ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷന്റെ എത്ര വേവ് കടന്നു പോകുന്നു, അതായിരിക്കും അതിന്റെ വേവ് നമ്പർ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ നേരത്തെ പഠിപ്പിച്ചായിരുന്നു വേവ് നമ്പർ. ആ വേവ് നമ്പർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇക്വേഷൻ ജോഹാൻസ് റിഡ്ബർഗ് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് തന്നിട്ടുണ്ട്. അതിനെ പറ്റിയും കൂടെ ഒന്ന് പഠിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂമറിക്കൽസ് വരുന്നുണ്ടാവും. അപ്പൊ ഇത് വരച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ പറയാ, ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ ഒരു ഡോട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ജോഹാൻസ് ജോഹാൻസ് റിഡ്ബർഗ് proposed an equation for finding wave number of different lines of hydrogen spectrum.
അത് ന്യൂ ബാർ ആണ് വേവ് നമ്പറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന. ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1096777 ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. ന്യൂ ബാറിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ റേസ്റ്റ് മൈനസ് ആണ്, -1 ആണ്, അത് അങ്ങോട്ട് കൊടുക്കും. ഓക്കെ, ഇനി ഈ n1 എന്താണെന്ന് അറിയാമോ? ഈ n1 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് ഏതിലോട്ടാണോ ചാടുന്നത്, അതായത് ഇലക്ട്രോൺ അതായത് തിരിച്ചു വരുമ്പോഴത്തേക്കും ഏതിലോട്ടാണോ ചാടുന്നത് അതാണ് n1. അതായത് എനർജി ലെവൽ ടു വിച്ച് ഇലക്ട്രോൺ ജമ്പ്. n2 എന്താണെന്നറിയാമോ? എനർജി ലെവൽ from which electron jump. n1 എന്ന് പറഞ്ഞാൽ ഏതിലോട്ടാണോ ചാടുന്നത്, ഇലക്ട്രോൺ ഏതിലോട്ടാണോ ചാടുന്നത്. n2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിൽ നിന്നാണോ ചാടുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. सर मैं कर रहा हूँ. ഇനി ഈ ഇക്വേഷന് എങ്ങനെയാ വന്നത് എന്നൊരു ഡെറിവേഷൻ ചിലപ്പം ചോദിക്കും. ചില സ്കൂളുകളിൽ ഇപ്പൊ നമുക്കറിയാലോ, +1 എല്ലാം സ്കൂളുകളിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്. അപ്പൊ ചില ടീച്ചർമാർ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഞാൻ എന്ത് ചെയ്യാം, ഇതിന്റെ കൂട്ടത്തിൽ തരാം.